മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി ശിവഭഗവാനെ ഇന്നലെ പാർലമെന്റിൽ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രം നാം കണ്ടു. പാർലമെന്റിൽ ഭഗവാൻ ശിവന്റെ ചിത്രം പ്രദർശിപ്പിച്ച അദ്ദേഹത്തിന് അറിയുക പോലുമില്ല ശിവന്റെ മഹത്വം എന്താണ്. എവിടുന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വിവരം കിട്ടിയെന്ന് മനസ്സിലാക്കി. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇദ്ദേഹം പഠിച്ചത്? ശിവഭഗവാന്റെ ശൂലം ഇടതുഭാഗത്ത് പുറകിലാണ് എന്നൊക്കെയുള്ള ബാലിശമായ വിഡ്ഢിത്തങ്ങൾ വിളമ്പാൻ രാഹുൽ ഗാന്ധിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയും? ആരെങ്കിലും അദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കണം. ചില മുദ്രകളെ കുറിച്ചൊക്കെ, ചിന്മുദ്ര എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ രാഹുൽ ഗാന്ധി പറയുന്നത്? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറയോടെങ്കിലും അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു, എന്താണ് സനാതന ധർമ്മമെന്ന്. ശിവഭഗവാന്റെ പിന്നിൽ ഈ തൃശൂലം അദ്ദേഹത്തിന്റെ പുറകിൽ പിടിക്കാൻ എന്താണ് കാരണമെന്ന്. അപ്പം ഇത്തരം തെറ്റായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അപമാനകരമാണ്. അത് വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സഹിഷ്ണുതയില്ലാത്ത ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ അദ്ദേഹത്തെ തിരുത്തണം. പാർലമെന്റിൽ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏതാണ് വിമർശന വിധേയം? RSS ഹിന്ദുവല്ല, BJP ഹിന്ദുവല്ല, ആ വിഷയമാണ്. RSS ഹിന്ദുവിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. RSSന് ഒരു ഹിന്ദുവും BJPക്ക് ഒരു ഹിന്ദുവും കോൺഗ്രസിന് ഒരു ഹിന്ദുവും ഇല്ല. നമുക്ക് ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം, RSSും BJPയും കോൺഗ്രസും ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ എത്രയോ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ആധുനിക ചരിത്രകാരന്മാർ തന്നെ പറയുന്നത് 5000 കൊല്ലത്തെങ്കിലും പഴക്കം ഹിന്ദു ധർമ്മത്തിനുണ്ടെന്നാണ്. അതിനേക്കാൾ അപ്പുറത്താണ്. എന്ത് RSS ഹിന്ദു, എന്ത് കോൺഗ്രസ് ഹിന്ദു? ഹിന്ദു അങ്ങനെ ആർക്കും കയറി കൊട്ടാനുള്ളൊരു ചെണ്ടയല്ല. രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു ധർമ്മത്തെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സമുദായത്തെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപിക്കാൻ കഴിയുമോ? രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റേതെങ്കിലും ഒരു മതത്തെ ഇങ്ങനെ പരാമർശിക്കാൻ സാധിക്കും? എന്നാൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു സമൂഹമാണ്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം പറയാം. പക്ഷെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പറയുമ്പോൾ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു മതത്തെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും. അതിനു മുമ്പ് നടത്തിയ പല പരാമർശങ്ങൾ നോക്കിയാൽ അദ്ദേഹം മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും അല്ലെങ്കിൽ മറ്റ് മതന്യൂനപക്ഷ സമുദായങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, എന്താണ് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാട്? ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ പിതാവ് പറഞ്ഞത് 5000-ത്തിലധികം സിഖുകാർ അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരു വൻ മരം കടപുഴകി വീഴുമ്പോൾ അതിനടിയിൽ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവുന്നതാണ്. 2 സിഖുകാർ കുറ്റവാളികൾ ഇന്ദിരാഗാന്ധിയെ വധിച്ചപ്പോൾ നാട്ടിലുള്ള മുഴുവൻ സിഖുകാരെയും കശാപ്പ് ചെയ്ത കോൺഗ്രസ് പാർട്ടിയുടെ ഹീനമായ ചരിത്രം വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് പല പുരോഗമന ചിന്താഗതിക്കാരും സോ കോൾഡ് മതേതര കക്ഷികളുമൊക്കെ രാഹുൽ ഗാന്ധി പിന്തുണ പ്രഖ്യാപിക്കുന്നത്.